Hello everyone, welcome to Maima's cooking class. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് 3 തരം ചട്നിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വെള്ള ചട്നി. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എടുത്തു വെച്ചേക്കുന്നത് തേങ്ങ, കുറച്ച് പൊട്ടുകടല, ഇഞ്ചി, കുറച്ച് ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ. അപ്പോൾ ഇതാദ്യം നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇടാം. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചേക്കുന്നത് 1/4 കപ്പ് തേങ്ങ, ഗ്രേറ്റഡ് കോക്കനട്ട് 3/4 കപ്പ്. ഇതിലേക്ക് വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇടുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല. നമ്മൾ ഈ ചട്നിക്ക് ഒരു കൊഴുപ്പ് കിട്ടാനും പിന്നെ ഒരു ടേസ്റ്റുമാണ് പൊട്ടുകടല ഇടുന്നത്. പച്ചമുളക്, ഇച്ചിരി എരിവുള്ള പച്ചമുളകാണ് ഞാൻ ഒറ്റ ഇടുന്നുള്ളൂ. 1 പച്ചമുളക്, 3 ചുവന്നുള്ളി. വേപ്പില ഇടണം, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എടുത്തുള്ളൂ. ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് അരയ്ക്കുക. കുറച്ച് വെള്ളം കൂടെ ചേർക്കുക. ഇത്രയും അരഞ്ഞു. ഭയങ്കര സ്മൂത്തായിട്ട് അരച്ചിട്ടില്ല, ഒരു മീഡിയം പരുവത്തിന് അരച്ചേക്കുന്നത്. ഇതിലേക്ക് ഇനിയും കറിവേപ്പില ഇടാം. കറിവേപ്പില ഇങ്ങനെ കുറച്ചിങ്ങനെ കിടക്കും. അതിന് വേണ്ടിയിട്ട് കറിവേപ്പില ഒരു 4 ഇതളെടുത്തേക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ചട്നിക്ക് കൂടുതൽ ലൂസായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർക്കുക. വീണ്ടും ഒന്ന് അരച്ചെടുക്കുക. ഞാൻ ഈ ചമ്മന്തി ഉണ്ടാക്കുമ്പം എപ്പോഴും കറിവേപ്പില ഇടുന്ന ഒത്തിരി അരഞ്ഞു പോകാണ്ട രീതിയിലാണ് എടുക്കുന്നത് കേട്ടോ. ഇതിനകത്തേക്ക് ഒഴിക്കാം. ഈ ചട്നി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അടുത്തായിട്ട് ഇതിന് വേണ്ടിയിട്ട് കടുക് പൊട്ടിക്കണം. അപ്പോൾ എല്ലാ ചട്നിയുടെ ടേസ്റ്റ് നന്നായിട്ട് കടുക് പൊട്ടിക്കില്ല. അപ്പോൾ നമുക്കിത് കുറച്ച് കടുക് പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കാം. വളരെ കുറച്ച് എണ്ണ, 2 ടീസ്പൂൺ വല്ല ഓയിൽ മതി. എണ്ണ നന്നായിട്ട് ചൂടായി. ഇതിനകത്തേക്ക് കുറച്ച് കടുക് ഇടാം. 1/4 ടീസ്പൂൺ കടുക്. കടുകിട്ട് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 2 ചുവന്നുള്ളി സ്ലൈസ് ചെയ്ത് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി മൂക്കാറാകുമ്പോഴത്തേന് വറ്റൽമുളക് കുറച്ച് കഷ്ണങ്ങൾ, ഒരു വറ്റൽമുളക് കീറി അതിനകത്തേക്ക് നുറുക്കിയിടാം. കുറച്ച് കറിവേപ്പിലയും കൂടെ. എല്ലാം നല്ല ബ്രൗൺ കളറായി. അണിയൻസൊക്കെ നന്നായിട്ട് മൂത്തു. നല്ലൊരു മണം, ഉള്ളി മൂത്ത നല്ലൊരു മണമായിട്ടുണ്ട്. ഈ സമയത്ത് ചട്നിയുടെ മേലേക്ക് ഇത് ഒഴിക്കാം. നമ്മുടെ റെഗുലർ കോക്കനട്ട് ചട്നി. അടുത്തതായിട്ട് നമ്മൾ ഒരു കൊറിയാൻഡർ ചട്നി, മല്ലിയില ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഗ്രീൻ കളറിലിരിക്കും. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന 3 കളറിലുള്ള ചട്നിയാണ്. ഒന്ന് വൈറ്റ്, ഗ്രീൻ ആൻഡ് റെഡ്, അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് മല്ലിയില ചട്നി. അപ്പോൾ മല്ലിയില ചട്നി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 1/2 കപ്പ് നിറച്ച് മല്ലിയില, 1/2 കപ്പ് തന്നെ കോക്കനട്ട്, പിന്നെ 1.5 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 1 പച്ചമുളക്, എരിവുള്ള പച്ചമുളകായതുകൊണ്ട് 1 എടുത്തിട്ടുള്ളൂ, 2 കഷ്ണം ചുവന്നുള്ളി, വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇത്രയും സാധനങ്ങൾ. മിക്സി ജാർ എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട്, തിരുമിയ തേങ്ങ 1/2 കപ്പ്, 1 പച്ചമുളക്, 1.5 ടേബിൾ സ്പൂൺ പൊട്ടുകടല. പൊട്ടുകടലയ്ക്ക് റോസ്റ്റഡ് ബംഗാൾ ഗ്രാം എന്ന് പറയും. 1/2 കപ്പ് നിറച്ച് മല്ലിയില. മല്ലിയിലയുടെ തണ്ടും ഒക്കെ എടുക്കുക കേട്ടോ. 2 ചെറിയ ചുവന്നുള്ളി, വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി. അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക.
അപ്പോൾ ടൈറ്റായിട്ട് ഈ ചട്നി ഉണ്ടാക്കാറുണ്ട്, നല്ല ടൈറ്റായിട്ട്. അങ്ങനെയാണെങ്കിൽ അധികം വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കുക. ഇച്ചിരി ലൂസായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പിടാം. അരച്ചെടുക്കുക. കൊറിയാൻഡർ ചട്നിയും നന്നായിട്ട് അരിഞ്ഞു. ഇതൊരു ബോളിലേക്ക് ഒഴിക്കാം. ഇവിടെ മല്ലിയില ചട്നി ഞാൻ അരച്ചിനകത്തേക്ക് ഒഴിച്ചു. ഇനി നമുക്കിതും കടുക് പൊട്ടിച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പാൻ ഒന്ന് ചൂടാക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ, കോക്കനട്ട് ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുക്, 1/4 ടീസ്പൂൺ കടുക്. കടുകിട്ട് പൊട്ടി തുടങ്ങി. അതിലേക്ക് ചുവന്നുള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഡ്രൈ ചില്ലീസും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അടുത്തായിട്ട് നമ്മൾ ടൊമാറ്റോ ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാൻ ഹീറ്റ് ചെയ്യുവാണ്. ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. 1 ടേബിൾ സ്പൂൺ ഓയിൽ. നമുക്കിവിടെ വേണ്ടത്, ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ടൊമാറ്റോസ്, നല്ല പഴുത്ത ടൊമാറ്റോസ് നോക്കിയെടുക്കുക. നല്ല റെഡ് കളർ ഉണ്ടെങ്കിൽ ചട്നിക്ക് നല്ല നിറം ഉണ്ടാവും. ടൊമാറ്റോസ് ഞാൻ ഒരു 3 എണ്ണം എടുത്തു. ഒരു സവോള, മുളക് 1-2 എരിവ് അനുസരിച്ച് മുളക് എടുക്കാം, 3 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 കപ്പ് തേങ്ങ. ഇത് ഒരാഴ്ചയൊക്കെ കേടുകൂടാണ്ടിരിക്കുന്നതാണ് ഈ ചട്നി. ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഇതെല്ലാം കൂടെ നമ്മൾ അരച്ചെടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം കൂടെ റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്താൽ മതി. അതിനകത്തേക്ക് മുളക്, ടൊമാറ്റോസ് നമ്മൾ 3 ടൊമാറ്റോസ് എടുത്തു, അതും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അങ്ങനെ 1 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുക. ലൈറ്റായിട്ട് വഴന്നാൽ മതി, സോഫ്റ്റായാൽ മാത്രം മതി. ചുമന്ന മുളകിന് പകരം പച്ചമുളക് ഇട്ടും ഈ ചട്നി ഉണ്ടാക്കും. ചുമന്ന മുളക് ആകുമ്പോൾ ഒന്നുകൂടെ നിറം കിട്ടും, ഡ്രൈ ചില്ലി ആകുമ്പോൾ ഒന്നുകൂടെ നിറം കിട്ടും. ഓക്കെ, ഇതായി, ഇത്രയേ ഉള്ളൂ. ഈ സോഫ്റ്റ്നെസ് ആയാൽ മതി. ഇതിനകത്തേക്ക് തേങ്ങ, 1/4 കപ്പ് തേങ്ങയും കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക, ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തു. ഇനി ഇത് കൂളായ ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിന് കടുക് പൊട്ടിക്കലൊന്നുമില്ല. കൂളായ ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം കൂളായി. ഇനി ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം.
ടൊമാറ്റോ ചട്നി. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ബാക്കിയോടെ അരച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ടൊമാറ്റോ ചട്നിക്ക് കടുക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. കടുക് പൊട്ടിക്കണമെങ്കിൽ ചെയ്യാം, ചെയ്യുന്നതിന് കുഴപ്പമില്ല. കടുക് പൊട്ടിക്കാതെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ചെയ്ത്. അപ്പോൾ നമ്മുടെ 3 ചട്നിയും റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ നല്ല കളർഫുള്ള്, വൈറ്റ്, ഗ്രീന്, ഒരു ഓറഞ്ചിഷ് കളർ. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇത് ട്രൈ ഔട്ട് ചെയ്യുക. ഇത് ഇഡ്ഡലിയുടെ കൂടെ ദോശയ്ക്കൊക്കെ നല്ല നല്ല കോമ്പിനേഷനാണ്. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. വീണ്ടും നല്ല നല്ല വീഡിയോസിൽ നമുക്ക് കാണാം. ചിൽ ദെൻ ബൈ.